എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഒരു സീലിംഗ് ഫാൻ നമ്മൾ വാങ്ങുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റ് കാണിക്കുന്നത് നമ്മുടെ റൂമിൻ്റെ വലുപ്പം അനുസരിച്ച് അതിന് പറ്റിയ ഒരു സീലിംഗ് ഫാൻ നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാറില്ല. അതാണ് ഏറ്റവും വലിയ തെറ്റ്. വളരെ കുറച്ച് വൈദ്യുതി മാത്രം എടുത്ത് വർക്ക് ചെയ്യുന്ന BLDC സീലിംഗ് ഫാനാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഏറ്റവും ലാഭകരം. 5 വർഷം വാറണ്ടി ഉള്ള ഒരു BLDC ഫാൻ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നത് വഴി നിങ്ങളുടെ KSEBിയുടെ കറണ്ട് ബില്ല് വളരെയധികം കുറയുന്നു. അങ്ങനെ നിങ്ങളുടെ ആ ഒരു മുടക്ക് മുതൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടുന്നു. ഒരു കാര്യം ഓർക്കുക, ഒരുപാട് നാൾ വാറണ്ടി ഉള്ള BLDC ഫാൻ മാത്രം വാങ്ങുക, അല്ലെങ്കിൽ ഇതുമണം ലാഭമുണ്ടാവത്തില്ല. കാരണം കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നന്നാക്കൽ നല്ല പ്രൈസ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ്. BLDC ഫാനിലെ ഇലക്ട്രോണിക്സ് ബോർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ബോർഡിന് തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 550 രൂപ തൊട്ട് 1000 രൂപയ്ക്ക് മുകളിൽ വരെ കൊടുക്കേണ്ട അവസ്ഥയാണ്. പിന്നെ ഉണ്ടല്ലോ സർവീസ് ചാർജ് 450 രൂപ വരെ കമ്പനി അനുസരിച്ച് മാറ്റമുണ്ട്. അത്ര പൈസ സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യം വരും. അതുകൊണ്ട് വളരെ കുറച്ച് കറണ്ട് എടുക്കുന്ന BLDC ഫാൻ നിങ്ങൾ വാങ്ങുമ്പോൾ 5 വർഷം വാറണ്ടി ഉള്ളത് തന്നെ വാങ്ങുക. ഒരുപാട് കമ്പനികൾ 5 വർഷം വാറണ്ടിയിൽ ഇറക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ കൂടുതലും ഇപ്പോൾ സൂപ്പർ ഫാൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫാനാണ് ഉപയോഗിക്കുന്നത്. 5 വർഷം വാറണ്ടി ഉണ്ട്, നല്ല കാറ്റുമുണ്ട്. പർച്ചേസ് ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തേക്കാം, കയറി നോക്കാം. കൂട്ടുകാരെ, നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, BLDC ഫാൻ വാങ്ങുമ്പോഴേ റിമോട്ട് ഉള്ള ഫാൻ തന്നെ വാങ്ങുക. റെഗുലേറ്റർ ഉള്ള ഫാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ വോൾട്ടേജ് കുറവ് ഉള്ള സ്ഥലങ്ങളിൽ ഫുൾ സ്പീഡിൽ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കാറ്റ് കിട്ടത്തില്ല. അങ്ങനെ ഒരു ഇഷ്യൂസ് ഒരുപാട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ റിമോട്ടുള്ള ഫാൻ വാങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞാനേ ഒരു പള്ളിയിലേ പോയപ്പോഴേ കണ്ട ഒരു ഫാനാണ്, വലിയ ലീഫുള്ള ഒരു ഫാൻ. ഈ ഒരു ഫാൻ വളരെ പതുക്കെയാണ് കറങ്ങുന്നത്, പക്ഷേങ്കിൽ ഒരുപാട് ഏരിയയിലേക്ക് ഇതിൻ്റെ കാറ്റ് കിട്ടുന്നുണ്ട്. ഈ ഫാൻ കറങ്ങുന്നതിൻ്റെ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലതാനും, എന്നാലും നമുക്ക് ഒരുപാട് ഏരിയയിലേക്ക് നല്ല അടിപൊളി കാറ്റ് ഒരു പള്ളിയുടെ അകത്ത് കിട്ടുന്നു. അതാണ് നമ്മളൊരു ഫാൻ വാങ്ങുമ്പോൾ ഒരു റൂമിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ ലീഫിന് നീളം കൂടുതലുള്ള ഒരു ഫാൻ തന്നെ നോക്കണം. അതല്ലാണ്ട് ചെറിയ ലീഫുള്ള ഒരു ഫാൻ വാങ്ങിയിട്ട് ഫുൾ സ്പീഡ് ഇട്ട് കറക്കി കഴിഞ്ഞാൽ ആ ഒരു ഫാൻ്റെ ലൈഫും കുറയും, ആ ഒരു കാറ്റ് ആ റൂമിൽ എല്ലായിടത്തേക്കും കിട്ടത്തു ഇല്ലതാനും. നമ്മൾ സാധാരണ കോമൺ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സൈസാണ് 1200 mm. ആ ഒരു സൈസാണ് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടുന്നത്. എന്നാൽ അതിൻ്റെ ചെറുതും അതിൻ്റെ മുകളിലും കിട്ടുന്നുണ്ട്. വലിപ്പം കൂടിയ റൂമിലെ കാറ്റ് മര്യാദയ്ക്ക് കിട്ടാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഫാൻ്റെ ലീഫിൻ്റെ നീളം കൂട്ടുക എന്നുള്ളത്. നിങ്ങൾ ചെറിയ ലീഫ് വാങ്ങിയിട്ട് നല്ല സ്പീഡ് ഫുൾ സ്പീഡിട്ട് വർക്ക് ചെയ്യിച്ചു കഴിഞ്ഞാൽ ഫാനിൻ്റെ ആയുസ് കുറയും. നോർമൽ ഫാനാണെങ്കിൽ കൂടുതൽ സമയം വർക്ക് ചെയ്യുമ്പോൾ കൂടിയ കറണ്ട് എടുത്തിട്ട് കറണ്ട് ബില്ലും കൂടും. നമുക്ക് സാധാരണ 1200 mm ആണ് കിട്ടുന്നുണ്ടെങ്കിലും ലീഫാണെങ്കിൽ 1400, 1500 അങ്ങനെ പല സൈസിലും വാങ്ങാൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴോ ആമസോണിൽ നോക്കുമ്പോഴോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ നീളം കൂടിയ ലീഫുള്ളത് വാങ്ങുക, അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങളുടെ വീട്ടിലെ ഉപയോഗം തീരെ കുറവുള്ള റൂമിലൊക്കെയാണെങ്കിൽ BLDC ഫാൻ വാങ്ങിച്ചിടേണ്ട ഒരാവശ്യമില്ല. സാധാരണ നോർമൽ ഇപ്പോൾ 50 വാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന ഹൈ സ്പീഡ് ഫാനൊക്കെ ഉണ്ട്, അത് ഒരെണ്ണം വാങ്ങിച്ചിട്ടാൽ മതി. അതാകുമ്പോൾ വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാണ്ടും വലിയ വിലയും ഇല്ലാണ്ട് കിടന്നോളും. പിന്നെ BLDC ഫാനൊക്കെ ഓഫറിൽ നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങിക്കാം. സാധാരണ സീലിംഗ് ഫാനും BLDC ഫാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. വീഡിയോ കാണുന്ന മറ്റു കൂട്ടുകാർക്ക് അതൊരു ഉപകാരമായിരിക്കും. ഇനി സീലിംഗ് ഫാൻ വേണമെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പെഡസ്റ്റൽ ഫാനോ വാൾ ഫാനോ വാങ്ങിക്കാം. സൂപ്പർ ഫാൻ പോലുള്ള കമ്പനികളുടെയൊക്കെ BLDC വാൾ ഫാനും പെഡസ്റ്റൽ ഫാനൊക്കെ താമസിക്കാണ്ട് വരുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് വീഡിയോ ചെയ്യാം. എന്തായാലും താമസിക്കാണ്ട് തന്നെ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.